ഓം ശാന്തി. 17-12-25 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ മനസ്സ വാച കർമ്മണ വളരെ വളരെ സന്തോഷത്തിലിരിക്കണം. എല്ലാവരെയും സന്തോഷിപ്പിക്കണം. ആരെയും ദുഃഖിപ്പിക്കരുത്. ചോദ്യം: ഡബിൾ അഹിംസകർ ആകുന്ന കുട്ടികൾക്ക് ഏതൊരു കാര്യത്തിൽ ശ്രദ്ധ വയ്ക്കേണ്ടതുണ്ട്? ഉത്തരം: ആർക്കെങ്കിലും ദുഃഖമുണ്ടാകുന്ന ഒരു വാക്കും മുഖത്ത് നിന്നും വരാതിരിക്കണം. ഈ ശ്രദ്ധ വയ്ക്കണം. കാരണം വാക്കുകൾ കൊണ്ട് ദുഃഖിപ്പിക്കുന്നതും ഹിംസയാണ്. നമ്മൾ ദേവതയാകുന്നവരാണ്. അതിനാൽ പെരുമാറ്റം വളരെ റോയലായിരിക്കണം. ആഹാരപാനീയങ്ങൾ വളരെ ഉയർന്നതും ആകരുത്, താഴ്ന്നതും ആകരുത്. ഗീതം: നിർബലനോട് ബലവാന്റെ യുദ്ധം. ഓം ശാന്തി. മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് ബാബ ഓരോ ദിവസവും ആദ്യം മനസ്സിലാക്കിക്കുന്നു, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബയെ ഓർമ്മിക്കൂ. പറയുന്നുവല്ലോ, അറ്റൻഷൻ പ്ലീസ്. അപ്പോൾ ബാബ പറയുന്നു, ഒന്നാമതായി ബാബയുടെ നേർക്ക് അറ്റൻഷൻ കൊടുക്കൂ. ബാബ എത്ര മധുരമാണ്. ബാബയെ പറയുന്നത് സ്നേഹത്തിൻ്റെ സാഗരം, ജ്ഞാനത്തിൻ്റെ സാഗരം എന്നാണ്. അപ്പോൾ നിങ്ങളും പ്രിയപ്പെട്ടവരാകണം. മനസ്സ വാച കർമ്മണ ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് സന്തോഷമുണ്ടായിരിക്കണം. ആർക്കും ദുഃഖം കൊടുക്കുവാൻ പാടില്ല. ബാബയും ആരെയും ദുഃഖിപ്പിക്കുന്നില്ല. ബാബ വന്നിരിക്കുന്നത് തന്നെ സുഖം ഉള്ളവരാക്കുവാനാണ്. നിങ്ങളും ഒരു പ്രകാരത്തിലും ആർക്കും ദുഃഖം കൊടുക്കുവാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു കർമ്മവും ചെയ്യുവാൻ പാടില്ല. മനസ്സിൽ പോലും വരാൻ പാടില്ല. എന്നാൽ ഈ അവസ്ഥ അവസാനമായിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഉണ്ടാകുന്നു. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കുമെങ്കിൽ, മറ്റുള്ളവരെയും സഹോദര ആത്മാവായി നോക്കുമെങ്കിൽ പിന്നെ ആർക്കും ദുഃഖം നൽകില്ല. ശരീരത്തെ തന്നെ നോക്കുകയില്ല എങ്കിൽ ദുഃഖം എങ്ങനെ കൊടുക്കും? ഇതിൽ ഗുപ്ത പ്രയത്നമുണ്ട്. ഇത് മുഴുവനും ബുദ്ധിയുടെ കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ പവിഴ ബുദ്ധി ആയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ പവിഴ ബുദ്ധി ആയിരുന്നപ്പോൾ നിങ്ങൾ വളരെയധികം സുഖം അനുഭവിച്ചിരുന്നു. നിങ്ങൾ സുഖധാമത്തിൻ്റെ അധികാരിയായിരുന്നുവല്ലോ. ഇത് ദുഃഖധാമമാണ്. ഇതാകട്ടെ വളരെ സിമ്പിളാണ്. ആ ശാന്തിധാമം നമ്മുടെ സ്വീറ്റ് ഹോമാണ്. പിന്നെ അവിടെ നിന്നും പാർട്ട് അഭിനയിക്കുവാൻ വന്നിരിക്കുന്നു. ദുഃഖത്തിൻ്റെ പാർട്ട് വളരെയധികം സമയം അഭിനയിച്ചു. ഇപ്പോൾ സുഖധാമത്തിലേക്ക് പോകണം. അതിനാൽ അന്യോന്യം സഹോദരന്മാരാണ് എന്ന് മനസ്സിലാക്കണം. ആത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ സാധിക്കില്ല. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ആത്മാവിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവ് തന്നെയാണ് സിംഹാസനത്തിൽ വിരാജിക്കുന്നത്. ഇതും ശിവ് ബാബയുടെ രഥമാണല്ലോ. കുട്ടികൾ പറയുന്നു, നമ്മൾ ശിവ് ബാബയുടെ രഥത്തെ അലങ്കരിക്കുന്നു, ശിവ് ബാബയുടെ രഥത്തെ കഴിപ്പിക്കുന്നു. അപ്പോൾ ശിവ് ബാബ തന്നെ ഓർമ്മയുണ്ടായിരിക്കുന്നു. അത് മംഗളകാരിയായ ബാബയാണ്. പറയുന്നു, ഞാൻ 5 തത്വങ്ങളുടെയും മംഗളം ചെയ്യുന്നു. അവിടെ ഒരു വസ്തുവും ഒരിക്കലും പ്രയാസം തരുന്നില്ല. ഇവിടെയാണെങ്കിൽ ചിലപ്പോൾ കൊടുങ്കാറ്റ്, ചിലപ്പോൾ തണുപ്പ്, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അവിടെയാണെങ്കിൽ സദാ വസന്തകാലമായിരിക്കും. ദുഃഖത്തിൻ്റെ പേരില്ല. അത് ഹെവൻ തന്നെയാണ്. ബാബ വന്നിരിക്കുന്നു നിങ്ങളെ ഹെവന്റെ അധികാരിയാക്കുവാൻ. ഉയർന്നതിലും ഉയർന്ന ഭഗവാനാണ്. ഉയർന്നതിലും ഉയർന്ന പിതാവ്, ഉയർന്നതിലും ഉയർന്ന സുപ്രീം ടീച്ചറുമാണ്.
അപ്പോൾ തീർച്ചയായും ഉയർന്നതിലും ഉയർന്നത് തന്നെ ആക്കി മാറ്റും. നിങ്ങൾ ഈ ലക്ഷ്മി നാരായണനായിരുന്നല്ലോ. ഈ കാര്യങ്ങളെല്ലാം മറന്നുപോയി. ഇത് ബാബ തന്നെയാണ് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നത്. ഋഷി മുനിമാരോടും മറ്റും ചോദിക്കുമായിരുന്നു, അങ്ങ് രചയിതാവിനെയും രചനയെയും അറിയുന്നുണ്ടോ എന്ന്. അപ്പോൾ നേത്തി നേത്തി എന്ന് പറഞ്ഞിരുന്നു. അവരുടെ അടുക്കൽ തന്നെ ജ്ഞാനമുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ പരമ്പരയായി എങ്ങനെ തുടരുവാൻ സാധിക്കും? ബാബ പറയുന്നു, ഈ ജ്ഞാനം ഞാൻ ഇപ്പോൾ തന്നെയാണ് നൽകുന്നത്. നിങ്ങളുടെ സദ്ഗതി ഉണ്ടായിക്കഴിഞ്ഞുവെങ്കിൽ പിന്നെ ജ്ഞാനത്തിൻ്റെ ആവശ്യമില്ല, ദുർഗതി ഉണ്ടാകുന്നതേയില്ല. സത്യയുഗത്തെ പറയുന്നത് തന്നെ സദ്ഗതി എന്നാണ്. ഇവിടെയാണ് ദുർഗതി. തങ്ങൾ ദുർഗതിയിലാണ് എന്നതും ആർക്കും അറിയില്ല. ബാബയെക്കുറിച്ച് പാടുന്നത് തന്നെ ലിബറേറ്റർ, ഗൈഡ്, തോണിക്കാരൻ എന്നാണ്. വിഷയസാഗരത്തിൽ നിന്നും സർവരുടെയും തോണി അക്കരെ എത്തിക്കുന്നു. അതിനെ പറയുന്നത് ക്ഷീരസാഗരം എന്നാണ്. വിഷ്ണുവിനെ ക്ഷീരസാഗരത്തിൽ കാണിക്കുന്നു. ഇതെല്ലാം ഭക്തിമാർഗത്തിലെ മഹിമയാണ്. വലിയ വലിയ കുളമുണ്ട്, അതിൽ വിഷ്ണുവിൻ്റെ വലിയ ചിത്രം കാണിക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, നിങ്ങൾ തന്നെയാണ് മുഴുവൻ വിശ്വത്തിൻ്റെ മേലും രാജ്യം ഭരിച്ചത്. അനേകം തവണ തോൽവി അടഞ്ഞു, ജയവും നേടി. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. അതിനെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ജഗജ്ജീതാകും. അപ്പോൾ സന്തോഷത്തോടെ ആകേണ്ടതാണല്ലോ. ഗൃഹസ്ഥ വ്യവഹാരത്തിലും പ്രവൃത്തി മാർഗത്തിലും ഇരുന്നു കൊള്ളൂ. എന്നാൽ കമല പുഷ്പ സമാനം പവിത്രമായിരിക്കൂ. ഇപ്പോൾ നിങ്ങൾ മുള്ളുകളിൽ നിന്നും പുഷ്പമായിക്കൊണ്ടിരിക്കുന്നു. ഇത് ഫോറസ്റ്റ് ഓഫ് തോൺസ്, അതായത് മുള്ളുകളുടെ കാടാണ് എന്ന് മനസ്സിലാകുന്നു. പരസ്പരം എത്ര ശല്യം ചെയ്യുന്നു, അടിക്കുന്നു. അപ്പോൾ ബാബ മധുരമായ കുട്ടികളോട് പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ഏവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. ചെറിയവരും വലിയവരും സർവരുടെയും വാനപ്രസ്ഥ അവസ്ഥയാണ്. നിങ്ങൾ വാണിക്കുപരി പോകുന്നതിനായി പഠിക്കുകയാണല്ലോ. നിങ്ങൾക്ക് ഇപ്പോൾ സദ്ഗുരുവിനെ ലഭിച്ചിരിക്കുന്നു. ആ ഒന്ന് നിങ്ങളെ വാനപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യും. ഇത് യൂണിവേഴ്സിറ്റിയാണ്. ഭഗവാൻ ഉവാച്ച ആണല്ലോ, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിച്ച് രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുന്നു. ആരാണോ പൂജ്യ രാജാക്കന്മാർ ആയിരുന്നത് അവർ തന്നെ പിന്നീട് പൂജാരി രാജാക്കന്മാരാകുന്നു. അപ്പോൾ ബാബ പറയുന്നു, കുട്ടികളെ, നല്ല രീതിയിൽ പുരുഷാർത്ഥം ചെയ്യൂ, ദൈവിക ഗുണം ധാരണ ചെയ്യൂ, കഴിച്ചുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ. ശ്രീനാഥ ക്ഷേത്രത്തിൽ പോകൂ. അവിടെ നെയ്യ് കൊണ്ടുള്ള സാധനങ്ങൾ വളരെയധികം ലഭിക്കുന്നു. നെയ്യിൻ്റെ കിണറും ഉണ്ടായിരിക്കുന്നു. പിന്നെ ആരാണ് കഴിക്കുന്നത്? പൂജാരി. ശ്രീനാഥനെയും ജഗന്നാഥനെയും രണ്ടിനെയും കറുപ്പായി ഉണ്ടാക്കിയിരിക്കുന്നു. ജഗന്നാഥന്റെ ക്ഷേത്രത്തിൽ ദേവതമാരുടെ മോശമായ ചിത്രങ്ങളുണ്ട്. വലിയ പാത്രത്തിൽ അരി പാകം ചെയ്യുന്നു. അത് പാകമാകുമ്പോൾ 4 ഭാഗമാകുന്നു. പിന്നെ അരിയുടെ തന്നെ ഭോഗാണ് അർപ്പിക്കുന്നത്. കാരണം ഇപ്പോൾ സാധാരണമാണല്ലോ. ഈ ഭാഗത്ത് ദരിദ്രം, ആ ഭാഗത്ത് സമ്പന്നം. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, എത്ര ദരിദ്രമാണ്. കഴിക്കാനും കുടിക്കാനും ഒന്നും ലഭിക്കുന്നില്ല. സത്യയുഗത്തിലാണെങ്കിൽ സർവ്വതുമുണ്ടായിരിക്കുന്നു. അപ്പോൾ ബാബ ആത്മാക്കൾക്കിരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ശിവ് ബാബ വളരെ മധുരമാണ്. ആ ഒന്ന് നിരാകാരമാണ്. സ്നേഹിക്കുന്നത് ആത്മാവിനെയാണല്ലോ. ആത്മാവിനെ തന്നെയാണ് വിളിക്കുന്നത്. ശരീരമാണെങ്കിൽ കത്തിപ്പോകും. അയാളുടെ ആത്മാവിനെ വിളിക്കുന്നു, ജ്യോതി തെളിയിക്കുന്നു. ഇതിലൂടെ സിദ്ധമാകുന്നത് ആത്മാവ് അന്ധകാരത്തിലാകുന്നു എന്നാണ്. ആത്മാവ് ശരീരരഹിതം തന്നെയാണ്. അപ്പോൾ പിന്നെ അന്ധകാരത്തിൻ്റെയും മറ്റും കാര്യം എങ്ങനെ ഉണ്ടാകാൻ സാധിക്കും? അവിടെ ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നില്ല. ഇതെല്ലാം ഭക്തിമാർഗമാണ്.
ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ജ്ഞാനം വളരെ മധുരമാണ്. ഇതിൽ കണ്ണുകൾ തുറന്നു വച്ച് കേൾക്കണം. ബാബയെ കാണുമല്ലോ. നിങ്ങൾക്കറിയാം, ശിവ് ബാബ ഇവിടെ വിരാജിതനാണ്. അപ്പോൾ കണ്ണുകൾ തുറന്നിരിക്കേണ്ടതാണല്ലോ. പരിധിയില്ലാത്ത ബാബയെ നോക്കേണ്ടതാണല്ലോ. മുൻപ് പെൺകുട്ടികൾ ബാബയെ നോക്കുന്നതിലൂടെ തന്നെ ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. പരസ്പരവും ഇരുന്നിരുന്ന് ധ്യാനത്തിലേക്ക് പോകുമായിരുന്നു. കണ്ണുകൾ അടച്ച് ഓടുകയും ചെയ്തിരുന്നു. അത്ഭുതമായിരുന്നല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. അന്യോന്യം കാണുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കൂ, ഞാൻ സഹോദരനോട്, അതായത് ആത്മാവിനോടാണ് സംസാരിക്കുന്നത്. ആത്മാവിനാണ് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ പരിധിയില്ലാത്ത ബാബയുടെ നിർദ്ദേശം അംഗീകരിക്കുകയില്ലേ? നിങ്ങൾ ഈ അന്തിമ ജന്മം പവിത്രമാകുമെങ്കിൽ പവിത്ര ലോകത്തിന്റെ അധികാരിയാകും. ബാബ വളരെ പേരെ മനസ്സിലാക്കിക്കുന്നു. ചിലരാണെങ്കിൽ ഉടൻ പറയുന്നു, ബാബ, നമ്മൾ തീർച്ചയായും പവിത്രമാകും. പവിത്രമായിരിക്കുന്നത് നല്ലതാണ്. കുമാരി പവിത്രമാണ്. അപ്പോൾ എല്ലാവരും കുമാരിയെ നമിക്കുന്നു. വിവാഹം കഴിക്കുമ്പോൾ പൂജാരിയായി മാറുന്നു. എല്ലാവരെയും നമിക്കേണ്ടി വരുന്നു. അപ്പോൾ പ്യൂരിറ്റി നല്ലതാണല്ലോ. പ്യൂരിറ്റി ഉണ്ടെങ്കിൽ പീസ്, പ്രോസ്പെരിറ്റി ഉണ്ടായിരിക്കുന്നു. മുഴുവൻ ആധാരവും പവിത്രതയുടെ മേലാണ്. വിളിക്കുന്നുമുണ്ട്, ഹേ പതീത പാവന വരൂ എന്ന്. പാവന ലോകത്തിൽ രാവണൻ ഉണ്ടായിരിക്കുന്നതേയില്ല. അത് രാമരാജ്യമാണ്. എല്ലാവരും ഷീർഖണ്ഡ് ആയിരിക്കുന്നു. പാലും കൽഖണ്ഡവും പോലെ ഇരിക്കുന്നു. ധർമ്മത്തിന്റെ രാജ്യമാണ്. പിന്നെ രാവണൻ എവിടെ നിന്ന് വന്നു? രാമായണവും മറ്റും എത്ര സ്നേഹത്തോടെ ഇരുന്ന് കേൾപ്പിക്കുന്നു. ഇതെല്ലാം ഭക്തിയാണ്. അപ്പോൾ പെൺകുട്ടികൾ സാക്ഷാത്കാരത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു. സത്യത്തിന്റെ തോണിയുടെ മഹിമയാണ്. ആടി ഉലയും, എന്നാൽ മുങ്ങിപ്പോകുകയില്ല. മറ്റൊരു സത്സംഗത്തിലും പോകുന്നതിന് വിലക്കുന്നില്ല. ഇവിടെ എത്രമാത്രം തടയുന്നു. ബാബ നിങ്ങൾക്ക് ജ്ഞാനം നൽകുന്നു. നിങ്ങൾ BK ആകുന്നു. ബ്രാഹ്മണൻ തീർച്ചയായും ആകണം. ബാബ സ്വർഗം സ്ഥാപിക്കുന്നയാളാണ്. അപ്പോൾ തീർച്ചയായും നമ്മളും സ്വർഗത്തിന്റെ അധികാരി ആകേണ്ടതാണ്. നമ്മൾ ഇവിടെ എന്തുകൊണ്ട് നരകത്തിൽ കിടക്കുന്നു? ഇപ്പോൾ മനസ്സിലാകുന്നു, മുൻപ് നമ്മളും പൂജാരിയായിരുന്നു. ഇപ്പോൾ വീണ്ടും 21 ജന്മത്തേക്ക് പൂജ്യരാകുന്നു. 63 ജന്മം പൂജാരിയായി. ഇപ്പോൾ വീണ്ടും നമ്മൾ പൂജ്യരായ സ്വർഗത്തിലെ അധികാരിയാകും. ഇതാണ് നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെ നോളജ്. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കുന്നു. പതീത രാജാക്കന്മാർ പാവന രാജാക്കന്മാരെ നമിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. ഓരോ മഹാരാജാവിൻ്റെയും കൊട്ടാരങ്ങളിൽ ക്ഷേത്രം തീർച്ചയായും ഉണ്ടാകും. അതും രാധാകൃഷ്ണന്റെയോ ലക്ഷ്മി നാരായണന്റെയോ രാമന്റെയും സീതയുടെയും ആയിരിക്കും. ഈ കാലത്താണെങ്കിൽ ഗണപതിയുടെയും ഹനുമാന്റെയും ഒക്കെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഭക്തിമാർഗത്തിൽ എത്ര അന്ധവിശ്വാസമാണ്! ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു, തീർച്ചയായും നമ്മൾ രാജ്യം ഭരിച്ചു. പിന്നീട് വാമമാർഗത്തിൽ വീണുപോകുന്നു. ഇപ്പോൾ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. മധുരമായ കുട്ടികളെ, ആദ്യം നിങ്ങൾ സ്വർഗത്തിലായിരുന്നു. പിന്നീട് ഇറങ്ങി നിലത്ത് വന്ന് കിടക്കുന്നു. നിങ്ങൾ പറയും, നമ്മൾ വളരെ ഉയർന്നവരായിരുന്നു. പിന്നീട് ബാബ നമ്മളെ ഉയരത്തിലേക്ക് കയറ്റുന്നു. നമ്മൾ ഓരോ 5000 വർഷത്തിനു ശേഷവും പഠിച്ചു വരിക തന്നെ ചെയ്യുന്നു. ഇതിനെയാണ് പറയുന്നത് വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും റിപ്പീറ്റ് ആകും എന്ന്. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ കുട്ടികളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നു. മുഴുവൻ വിശ്വത്തിലും നിങ്ങളുടെ രാജ്യമുണ്ടാകും. ഗീതത്തിലുമുണ്ടല്ലോ,
ബാബ, അങ്ങ് ഇങ്ങനെയുള്ള രാജ്യമാണ് നൽകുന്നത്, അത് ആർക്കും തന്നെ തട്ടിയെടുക്കുവാൻ സാധിക്കില്ല എന്ന്. ഇപ്പോഴാണെങ്കിൽ എത്ര പാർട്ടീഷനാണ്! ജലത്തിൻ്റെ മേലും ഭൂമിയുടെ മേലും വഴക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവരവരുടെ പ്രദേശങ്ങൾ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ചെയ്തില്ലെങ്കിൽ കുട്ടികൾ കല്ലെറിയുവാൻ തുടങ്ങുന്നു. അവർ മനസ്സിലാക്കുന്നു, ഈ നവയുവാക്കൾ ബലവാന്മാരായി ഭാരതത്തെ രക്ഷിക്കുമെന്ന്. അവർ തന്നെ ശാരീരിക ബലം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിൻ്റെ അവസ്ഥ നോക്കൂ, എന്താണ്! രാവണ രാജ്യമാണല്ലോ. ബാബ പറയുന്നു, ഇത് ആസുരീയ സമ്പ്രദായമാണ്. നിങ്ങളിപ്പോൾ ദൈവിക സമ്പ്രദായം ആയിക്കൊണ്ടിരിക്കുന്നു. ദേവതമാരുടെയും അസുരന്മാരുടെയും യുദ്ധം പിന്നെ എങ്ങനെ ഉണ്ടാകും? നിങ്ങളാകട്ടെ ഡബിൾ അഹിംസകരാകുന്നു. അവർ ഡബിൾ അഹിംസകരാണ്. ദേവീ ദേവന്മാരെ ഡബിൾ അഹിംസകർ എന്ന് പറയുന്നു. അഹിംസ പരമോ ദേവി ദേവതാധർമ്മം എന്ന് പറയുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ആരെയെങ്കിലും വാക്കുകൾ കൊണ്ട് ദുഃഖിപ്പിക്കുന്നതും ഹിംസയാണ്. നിങ്ങൾ ദേവതയാവുകയാണ്. അപ്പോൾ ഓരോ കാര്യത്തിലും റോയൽറ്റി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. ആഹാരപാനീയങ്ങളും മറ്റും വളരെ ഉയർന്നതുമാകരുത്, വളരെ ലളിതവുമാകരുത്. ഏകരസം. രാജാക്കന്മാരും മറ്റും സംസാരിക്കുന്നത് വളരെ കുറവായിരിക്കും. പ്രജകൾക്കും രാജാവിനോട് വളരെ സ്നേഹമുണ്ടായിരിക്കുന്നു. ഇവിടെയാണെങ്കിൽ നോക്കൂ, എന്താണ് ഉണ്ടായിരിക്കുന്നത്! എത്ര പ്രക്ഷോഭങ്ങളാണ്! ബാബു പറയുന്നു, ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ ഞാൻ വന്ന് വിശ്വത്തിൽ ശാന്തി ഉണ്ടാക്കുന്നു. എല്ലാവരും ഒത്തുചേർന്ന് ഒന്നായെങ്കിൽ എന്ന് ഗവൺമെന്റും ആഗ്രഹിക്കുന്നു. എല്ലാവരും സഹോദരങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതാകട്ടെ കളിയാണല്ലോ. ബാബ കുട്ടികളോട് പറയുന്നു, നിങ്ങൾ ഒരു ചിന്തയും ചെയ്യേണ്ടതില്ല. ധാന്യത്തിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ട്. അവിടെയാണെങ്കിൽ ഇത്രയും ധാന്യമുണ്ടായിരിക്കും. പൈസയില്ലാതെ തന്നെ എത്ര ആഗ്രഹിക്കുന്നുവോ അത്രയും ലഭിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ആ ദേവതാ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഹെൽത്തിനെയും അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു. അതിലൂടെ ഒരിക്കലും ഒരു രോഗവും ഉണ്ടാവുകയേയില്ല. ഗ്യാരണ്ടിയാണ്. ക്യാരക്ടറും നമ്മൾ ഈ ദേവതമാരുടേതുപോലെ ഉണ്ടാക്കുന്നു. ആര് എന്തിൻ്റെ മിനിസ്റ്ററാണോ അതിനനുസരിച്ച് അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. യുക്തിയോടെ വേണം മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ. അഭിപ്രായത്തിൻ്റെ കാര്യത്തിൽ വളരെ നല്ലത് എന്ന് എഴുതുന്നു. എന്നാൽ നിങ്ങളും വന്ന് മനസ്സിലാക്കൂ. അപ്പോൾ പറയും, ഒഴിവു സമയമില്ല എന്ന്. വലിയ ആൾക്കാരായ നിങ്ങൾ അല്പം ശബ്ദം ഉണ്ടാക്കുകയാണ് എങ്കിൽ ദരിദ്രരുടെയും നന്മയുണ്ടാകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ സർവരുടെയും ശിരസിന് മുകളിൽ കാലം നിൽക്കുന്നു. ഇക്കാലത്ത് ഇങ്ങനെ പറഞ്ഞു കാലൻ ഭക്ഷിക്കും. നിങ്ങൾ കുംഭകർണനെ പോലെ ആയിരിക്കുന്നു. കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിലും വളരെയധികം രസവും വരുന്നു. ബാബ തന്നെയാണ് ഈ ചിത്രങ്ങളും മറ്റും ഉണ്ടാക്കിച്ചത്. ദാദയ്ക്ക് ഈ ജ്ഞാനമൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് സമ്പത്ത് ലൗകികവും പാരലൗകികവുമായ അച്ഛനിൽ നിന്നും ലഭിക്കുന്നു. അലൗകിക പിതാവിൽ നിന്നും സമ്പത്ത് ലഭിക്കുന്നില്ല. ഇദ്ദേഹമാകട്ടെ ദല്ലാളാണ്. ഇദ്ദേഹത്തിൻ്റെ സമ്പത്തല്ല. പ്രജാപിത ബ്രഹ്മാവിനെ ഓർമ്മിക്കേണ്ടതില്ല. എന്നിൽ നിന്നും നിങ്ങൾക്ക് യാതൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഞാനും പഠിക്കുന്നു. സമ്പത്ത് തന്നെ ഒന്ന് പരിധിയുള്ളത്, രണ്ടാമത് പരിധിയില്ലാത്ത ബാബയുടേത്. പ്രജാപിത ബ്രഹ്മാവ് എന്ത് സമ്പത്ത് നൽകും? ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഇതാകട്ടെ രഥമാണല്ലോ. രഥത്തെ ഓർമ്മിക്കേണ്ടതില്ലല്ലോ. ഉയർന്നതിലും ഉയർന്നത് ഭഗവാൻ എന്ന് പറയുന്നു. ബാബ ആത്മാക്കൾക്ക് ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു.
ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ഈ തോലുരിഞ്ഞ് രണ്ടാമതൊരെണ്ണം എടുക്കുന്നു. ഇതുപോലെ സർപ്പത്തിൻ്റെ ഉദാഹരണമുണ്ട്. ഭ്രമരവും നിങ്ങൾ തന്നെയാണ്. ജ്ഞാനം ഊതി ഊതി മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു. ജ്ഞാനം കേൾപ്പിച്ച് നിങ്ങൾക്ക് ആരെയും വിശ്വത്തിൻ്റെ അധികാരിയാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്ന ബാബയെ എന്തുകൊണ്ട് ഓർമ്മിച്ചുകൂടാ? ഇപ്പോൾ ബാബ വന്നു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് സമ്പത്ത് നേടിക്കൂടാ? ഒഴിവു സമയം ലഭിക്കുന്നില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? നല്ല നല്ല കുട്ടികളാണെങ്കിൽ സെക്കൻഡിൽ മനസ്സിലാക്കുന്നു. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. മനുഷ്യർ ലക്ഷ്മിയെ പൂജിക്കുന്നു. ഇപ്പോൾ ലക്ഷ്മിയിൽ നിന്നും എന്താണ് ലഭിക്കുന്നത്? അംബയിൽ നിന്നും എന്താണ് ലഭിക്കുന്നത്? ലക്ഷ്മിയാകട്ടെ സ്വർഗത്തിലെ ദേവിയാണ്. ലക്ഷ്മിയോട് ധനത്തിൻ്റെ ഭിക്ഷ യാചിക്കുന്നു. അംബയാണെങ്കിൽ വിശ്വത്തിൻ്റെ അധികാരിയാക്കി മാറ്റുന്നു. സർവ കാമനകളും പൂർത്തീകരിക്കുന്നു. ശ്രീമത്തിലൂടെ സർവ കാമനകളും പൂർത്തിയാകുന്നു. ശരി, മധുരമധുരമായ സിക്കിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഈ കർമ്മേന്ദ്രിയങ്ങളിലൂടെ ഒരു തെറ്റും ഉണ്ടാകരുത്. ഇതിനു വേണ്ടി ഞാൻ ആത്മാവാണ് എന്ന സ്മൃതി ഉറപ്പിക്കണം. ശരീരത്തെ നോക്കരുത്. ഒരു ബാബയുടെ നേർക്ക് അറ്റൻഷൻ കൊടുക്കണം. ഇപ്പോൾ വാനപ്രസ്ഥ അവസ്ഥയാണ്. അതിനാൽ വാണിക്ക് ഉപരി പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യണം. തീർച്ചയായും പവിത്രമാകണം. ബുദ്ധിയിലുണ്ടായിരിക്കണം. സത്യത്തിൻ്റെ തോണി ആടെ ഉലയും മുങ്ങി പോവുകയില്ല. അതിനാൽ വിഘ്നങ്ങളെ ഭയപ്പെടുവാൻ പാടില്ല. വരദാനം: ഡ്രാമയുടെ നോളജിലൂടെ അചഞ്ചല സ്ഥിതി ഉണ്ടാക്കുന്ന പ്രകൃതി ജീത്തും മായാജീത്തുമായി ഭവിക്കട്ടെ. പ്രകൃതിയിലൂടെയോ മായയിലൂടെയോ എങ്ങനെയുള്ള പരീക്ഷ വന്നാലും അല്പം പോലും ചഞ്ചലത ഉണ്ടാകരുത്. ഇത് എന്താണ്, ഇതെന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യൻ പോലും ഉയർന്നുവെങ്കിൽ, അല്പമെങ്കിലും ഏതെങ്കിലും സമസ്യ യുദ്ധം ചെയ്യുന്ന ഒന്നായി മാറിയെങ്കിൽ ഫെയിലായി പോകും. അതിനാൽ എന്തു തന്നെ ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ ഉള്ളിൽ നിന്നും ഈ ശബ്ദം വരണം: ആഹാ, മധുരമായ ഡ്രാമ, ആഹാ. അയ്യോ, എന്താണ് സംഭവിച്ചത് എന്ന സങ്കല്പം പോലും വരരുത്. ഏതെങ്കിലും സങ്കല്പത്തിൽ പോലും ചഞ്ചലത ഉണ്ടാകാത്ത വിധം സ്ഥിതി ഉണ്ടാകണം. സദാ അചഞ്ചലവും ആടാത്തതുമായ സ്ഥിതി ഉണ്ടായിരിക്കണം. അപ്പോൾ പ്രകൃതി ജീത്തിൻ്റെയും മായാജീത്തിൻ്റെയും വരദാനം പ്രാപ്തമാകും. സ്ലോഗൻ: സന്തോഷവാർത്ത കേൾപ്പിച്ച് സന്തോഷം വരുത്തണം. ഇതുതന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠ കർത്തവ്യം. അവ്യക്ത സൂചന: ഇപ്പോൾ സമ്പന്നവും കർമാതീതവും ആകുന്നതിൻ്റെ ഈണം മുഴക്കൂ. മഹാരഥികളുടെ പുരുഷാർത്ഥം ഇപ്പോൾ വിശേഷിച്ച് ഈ അഭ്യാസത്തിൻ്റെതാണ്. ഈ നിമിഷം കർമ്മയോഗി, ഇതേ നിമിഷം കർമാതീത സ്റ്റേജ്. പഴയ ലോകത്തിൽ, പഴയ അന്തിമ ശരീരത്തിൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള വ്യാധി തൻ്റെ ശ്രേഷ്ഠ സ്ഥിതിയെ ചഞ്ചലതയിൽ കൊണ്ടുവരരുത്. സ്വചിന്തനവും ജ്ഞാനചിന്തനവും ശുഭചിന്തകൻ ആകുന്നതിൻ്റെ ചിന്തനവും തന്നെ നടക്കണം. അപ്പോൾ കർമാതീത സ്ഥിതി എന്ന് പറയും. ഓം ശാന്തി. മനസ്സിലെ സങ്കല്പങ്ങളെ ഞാൻ നിരീക്ഷിക്കുന്നു. എൻ്റെ സങ്കല്പങ്ങളെ നിരീക്ഷിക്കുമ്പോൾ സങ്കല്പങ്ങളുടെ വേഗത സാവധാനത്തിൽ ആകുന്നു.
സദ്വിവേകത്തെ ഉണർത്തി സൂക്ഷ്മമായ മനോവിഷമങ്ങൾക്കും പിരിമുറുക്കങ്ങൾക്കും വിട നൽകി അവയിൽ നിന്നും എൻ്റെ മനസ്സിനെ ഞാൻ സ്വതന്ത്രമാക്കുന്നു. വിപരീത സാഹചര്യങ്ങളെയും വിഘ്നങ്ങളെയും അതിജീവിക്കുവാനുള്ള ശക്തി എന്നിലുണ്ട്. ഞാൻ എല്ലാ വ്യർത്ഥ വികൽപ്പങ്ങൾക്കും വിരാമമിട്ട് എൻ്റെ നിജസ്വരൂപത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒരു അലൗകിക പ്രകാശബിന്ദുവായി അമരമായ ആത്മാവാണ് ഞാൻ. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയാകുന്ന എൻ്റെ നൈസർഗിക ഗുണം ഞാൻ അനുഭവിക്കുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെ പ്രകാശവീചികൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ സ്ഥിതിയിലിരുന്ന് ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ ലോകത്തിൽ നിന്നും ബുദ്ധിയുടെ ബന്ധം വേർപെടുത്തി പരമധാമം ആകുന്ന ആത്മഗ്രഹത്തിലേക്ക് സങ്കല്പത്തിലൂടെ യാത്ര ചെയ്യുന്നു. സർവത്ര ശാന്തതയും സ്വീറ്റ് സൈലൻസും നിറഞ്ഞ ഈ ലോകത്തിൽ ഞാൻ സ്വതന്ത്രമാണ്. ഭാരരഹിതമാണ്. ശാന്ത സ്വരൂപമാണ്. നിശബ്ദതയുടെ ഈ ധാമത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെ സ്പന്ദനങ്ങൾ എനിക്ക് അനുഭവപ്പെടുന്നു. ആ ദിവ്യമായ ശാന്തിയുടെ സ്രോതസ്സായ ശിവപരമാത്മാവിൻ്റെ സമീപം സ്ഥിതി ചെയ്യുന്നു. ശാന്തി സാഗരനും സർവശക്തിവാനും ജ്ഞാനസൂര്യനുമായ പരമാത്മാവിൻ്റെ ഈ ശ്രേഷ്ഠ സംഘത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശാന്തിയുടെയും ശക്തിയുടെയും ആത്മീയ ഊർജം എന്നിൽ നിറയുന്നു. പരമാത്മാവിൽ നിന്നും പ്രസരിക്കുന്ന ശക്തിശാലി സ്പന്ദനങ്ങൾ മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശമാനമാക്കുന്നു.
അഗ്നിക്ക് പരിവർത്തന ശക്തി ഉണ്ടായിരിക്കുന്നത് പോലെ ഈ പരമാത്മാ പ്രകാശം എന്നിലെ പരിമിതമായ വ്യക്തിത്വ ഭാവങ്ങളെ സമാപ്തമാക്കി അപരിമിതമായ അലൗകിക വ്യക്തിത്വം എമർജ് ആക്കുന്നു. ശാന്തിയുടെയും ശക്തിയുടെയും അലൗകിക ഈശ്വരീയ അനുഭവങ്ങളാൽ സമ്പന്നമായി ഞാൻ സ്മൃതിയുടെ ശക്തിയിലൂടെ സാകാര ദേഹത്തിലേക്ക് മടങ്ങി വരുന്നു. എന്നിൽ നിന്നും ശാന്തിയുടെയും ശക്തിയുടെയും ശ്രേഷ്ഠ തരംഗങ്ങൾ നാനാ ദിശകളിലേക്കും വ്യാപിക്കുന്നു. ഈ തരംഗങ്ങൾ അന്തരീക്ഷത്തെ, വായുമണ്ഡലത്തെ ശക്തിശാലിയും ശാന്തവുമാക്കി മാറ്റുന്നു.